ലിബു ജോസഫ് അതിന്റെ ചാറ്റാണ് കാണിക്കുന്നത്. ഇതാ കിടക്കുന്നുണ്ട്, ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്, അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. യവൻ അവിടെ ഒരു ലവ് ചിഹ്നം കൊടുക്കുന്നുണ്ട്, അവര് തിരിച്ചൊരു ലവ് ചിഹ്നം കൊടുക്കുന്നു. യവനാണ് രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു, ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമസ്കാരം. അതിലും രനാസുനയും ആ ഒരു വിഷയം ഇപ്പോഴും കിടന്ന് കത്തുന്നുണ്ട്. കേസ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്, കേസ് കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ഇവർ വീണ്ടും കൊണ്ടത് കേസ് കൊടുത്തു, വീണ്ടും അത് കേസ് എടുത്തു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തോ ആയിക്കട്ടെ, കേസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രൂഫ് കൊണ്ട് കാണിക്കും. ഞാനിവിടെ പറയാൻ വന്ന ഇതല്ല. അതായത് ഈ പറയുന്ന രനാസുനയുടെ ചേച്ചി ഉൾപ്പെടെ വന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതുലിനെതിരെ എന്തിനാണ് കേസ് കൊടുത്തത്? അതുലിനെതിരെ കേസ് കൊടുത്തത് അവിടെ ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്ന രനാസുനയുടെ ചേച്ചി അതുലിനെ വിളിച്ച ചാറ്റ്, ഒരു കൊളാബറേഷന്റെ ഒരു സംഭവം, ഒരു വീഡിയോ കോൾ വിളിക്കുന്നു, അതില് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ആ ഒരു ചാറ്റ് ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന രനാസുനയുടെ ചേച്ചി ഇന്നലെയൊക്കെ വീഡിയോസിൽ പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അത് എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തത്. ആ സംഭവം ചെയ്തുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് നാണക്കേടുണ്ടായി. സത്യമാണ്. അങ്ങനെ ഒരു അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിന്നീട് ഫേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ചാറ്റ് പുറത്തു വിട്ടതാണെങ്കിൽ, ചാറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ബ്ലോഗ് പുറത്തു വിട്ടതാണെങ്കിൽ അതിൽ ബ്ലോഗിനെതിരെയായിട്ട് കേസ് കൊടുക്കാനുള്ള 101% എന്തുണ്ട് ചാൻസ് എടുക്കാനുള്ള എല്ലാ അധികാരവും പോലീസിനുണ്ട്. അത് കേസ് കൊടുക്കാനുള്ള അധികാരം ആർക്കും ഉണ്ട്? ഈ പറയുന്ന ചേച്ചിക്കും ഉണ്ട്, ആണല്ലോ. ഇനി ചേച്ചി പറയുന്ന സത്യമാണ്. ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? ചേച്ചിയാണോ അതോ ഈ പറയുന്ന അതുലാണോ ചെയ്തത്? അതുൽ ഇത് കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി എന്നെ വീഡിയോ കോൾ വിളിക്കാൻ ശ്രമിച്ചു എന്നും ഇതുപോലെ ഞാനുമായിട്ട് ചാറ്റ് ചെയ്തു എന്നൊരു ഫേക്ക് ആയിട്ടൊരു സാധനം ഉണ്ടാക്കി പബ്ലിക്കിന്റെ ഫ്രണ്ടിലേക്ക് വിട്ടിട്ടുണ്ട് എങ്കിൽ അതിൽ ചെയ്ത വലിയൊരു കുറ്റമാണ്. ഇവിടെ അതിനെക്കുറിച്ചാണ് ഞാൻ അതുലിനെ വിളിച്ച് അതിന്റെ ഡീറ്റെയിൽ എടുത്തു. ഇതിൽ എന്താണ് സത്യാവസ്ഥ ലൈവായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ കൂടി ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പേ ഈ പറയുന്ന ഈ രേണുവിന്റെ ഒരു സുഹൃത്ത്, ഒരു പെൺകൊച്ചു വന്ന് ഇപ്പൊ വീണ്ടും അവരും ഈ പറയുന്ന അവർ ഇത്രയും കോൺഫിഡൻസോടുകൂടി പറയാണ് അതിലത് ചെയ്തത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടാണ്. അതായത് ഉണ്ടാക്കിയെടുത്തുന്ന ആരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, രനാസുനയുടെ ചേച്ചിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതില് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ചാറ്റാണത്. ഈ പറയുന്ന ജീവിതത്തിൽ ഇതുവരെ ഈ രനാസുനയുടെ ചേച്ചി എന്ത് ചെയ്തിട്ടില്ല, അതുലിനെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വിളിച്ചു എന്നും അതിന്റെ കൃത്യമായിട്ടുള്ള പ്രൂഫും ഞാൻ ഇവിടെ കാണിക്കാം. അതിനു മുമ്പ് ഈ പെങ്കൊച്ച് പറയുന്ന വീഡിയോ, ആദ്യം ആ പെങ്കൊച്ചിനെ ആരും ഞാൻ കാണിച്ചു തരാം. പെങ്കൊച്ചിനെ നിങ്ങൾ കണ്ടാല് പെങ്കൊച്ച് എന്തുകൊണ്ടാണ് ഈ പറയുന്ന രനാസുനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ആ ഒരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം. നിയമം തെറ്റിക്കില്ല. ഇന്നലെ വരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഈ സൈഡില് ഈ പറയുന്ന രനാസുന കയറിയിരിക്കുന്നത് മറ്റാരെയും പുറത്തല്ല, ഈ പറയുന്ന പെൺകുട്ടിയുടെ മടിയിലാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടും നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ആ പെൺകുട്ടി പറഞ്ഞ ആരോപണം എന്തെന്ന് നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. വളരെ കോൺഫിഡൻസോടുകൂടി എന്തൊക്കെയാണ് പറയുന്നത്, ആ ഒരു തേങ്ങ അറിയത്തില്ല. ഈ പറയുന്ന ഞാൻ എപ്പോഴും ഈ രനാസുനയുടെ കേസ് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ നുണ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കല്ല് എന്ന് ഞാൻ പല പ്രാവശ്യം പറയും. നുണ പറയരുത്. നുണ നിങ്ങൾ പറഞ്ഞാൽ എന്നായാലും അത് പിടിക്കപ്പെടും. നുണ പറയില്ല. ഇവിടെയും നുണ ഈ പെൺകുട്ടിയുടെ അടുത്തും അതേ നുണ തന്നെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നു. അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻസോടുകൂടി ഈ പെൺകുട്ടി പറയത്തില്ല. ഇനി ആ പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് കാണാം. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അതിലെന്ന് പറയുന്ന ഒരു ബ്ലോഗർക്കെതിരെ രേണു സുധിയും അവരുടെ ചേച്ചിയും കൊണ്ടുവന്നൊരു പരാതി കൊടുത്തിരുന്നു. ഇപ്പം എങ്ങനെയുള്ള പരാതി ആയിക്കോട്ടെ, ഏതുതരം പരാതി ആയിക്കോട്ടെ, ഇപ്പം ഒരു പരാതി ഒത്തുതീർപ്പാക്കുന്നത് വാദിയം പ്രതിയെ നിർത്തിക്കൊണ്ടായിരിക്കണമല്ല ആ പരാതി അവിടെ ഒത്തുതീർപ്പാക്കേണ്ടുന്നത്. ഇവിടെ രേണുവിനെ കുറിച്ച് ആ നെഗറ്റീവ് കമന്റ്സുകൾ ഇടുന്നവന്മാർ ഇട്ടിട്ട് അവളെ കൊണ്ട് ജീവിക്കുന്നവന്മാർ ജീവിച്ചോട്ടെ എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് പ്രശ്നമില്ല. പക്ഷേ അവളെ കുടുംബത്ത് കയറി കളിക്കാൻ ചെന്നപ്പോഴാണ് കളി മാറിയത്. അതായത് ഇവനെതിരെ ഈ അതുലിനെതിരെ കേസ് കൊടുത്തത് എന്തിനാണെന്ന് ആദ്യം നിങ്ങൾ അറിയണം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായത് അതിലിട്ട് ഓക്കെ,
എന്തിനാണ് കേസ് കൊടുത്തത്, ആ കേസ് കൊടുത്തത് എന്താണെന്ന് താങ്കൾ അത് ആദ്യം അറിയണം. ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക എന്ന് പറയുന്നത് താങ്കളുടെ കുടുംബത്തെ കയറി കളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിടത്തില്ല. എനിക്ക് വരുന്ന നെഗറ്റീവ് കമന്റ് ഒന്നും രേണുവിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, കുടുംബത്തെ കയറി കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കളി കാര്യമാകും എന്നുള്ള സത്യമാണ്. ഒരു പെൺകുട്ടിയുടെ കുടുംബത്തെ കയറി കളിച്ചു കഴിഞ്ഞാൽ ആരായാലും നോക്കിക്കൊണ്ടെങ്കിൽ അവരെ തിരിച്ച് കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു വീഡിയോ വളരെ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കൂടി കേൾക്കാം. വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിനെ കൊളാബറേറ്റ് ചെയ്തു. ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. കൊളാബറേറ്റ് ചെയ്തു. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ഞാനൊരു ലവിന്റെ ഇമോജി ഇട്ട്, നിങ്ങളും ലവിന്റെ ഇമോജി ഇട്ട്, എന്നിട്ട് നിങ്ങൾ തന്നെ ഏതോ ഒരു ബുധനാഴ്ച വീഡിയോ കോൾ ചെയ്ത്. എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എടുത്തില്ല, വീഡിയോ കോൾ എടുത്തിട്ടില്ല. എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ റിപ്ലൈ ഇല്ല. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി എങ്ങാണ്ട് ഈ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഞാൻ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് നിങ്ങൾക്കെതിരെ സംസാരിച്ചത്, എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഓഡിയോ കോളും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പക്ഷെ റിപ്ലൈ ഇല്ല. കേട്ടല്ലോ, ഇതിനെതിരെയാണ് രേണു സുധീൻ ചേച്ചി പരാതി കൊണ്ട് കൊടുത്തത്. അതായത് രേണു സുധിയുടെ ചേച്ചി ഇവനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു, ഇവന് വീഡിയോ കോൾ വിളിക്കുമായിരുന്നു, ഇവന് മെസ്സേജ് അയക്കുമായിരുന്നു എന്നൊക്കെയാണ് ഇവൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് അവൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സംഭവം അവരുടെ ലൈഫിലേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് വേറെ ഒരുത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെതിരെ സംസാരിക്കാൻ പേടിക്കും. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം, ഈ അതിലെന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ചാറ്റോ ഇങ്ങനെ ഒരു വീഡിയോ കോളോ ആ ചേച്ചി വിളിച്ചെടുക്കുന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പെണ്ണ് അവനെ വീഡിയോ കോൾ വിളിച്ച് അവനോട് ചാറ്റുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പെണ്ണിനെ ആക്ഷേപിക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിനെതിരെ കേസ് കൊടുക്കാൻ ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും അവകാശമുണ്ട്, അധികാരമുണ്ട്. ഈ ചേച്ചി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇങ്ങനെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഞാൻ ഈ പറയുന്ന ഒരു ആണിന്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്തു, ചാറ്റ് ചെയ്തു എന്നൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ചാറ്റ് ഒരു വ്യാജ ചാറ്റ് പുറത്തു വിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെണ്ണിനും കൊണ്ട് കേസ് കൊടുക്കാം. അവനെതിരെ കേസ് എടുക്കാനുള്ള എല്ലാ റൈറ്റ്സും പോലീസുകാരനും ഉണ്ട്. കേസ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഈ പറയുന്ന പെൺകുട്ടിക്കും ഉണ്ട്, ഏത് പെൺകുട്ടിയും ആയിക്കോട്ടെ. കാരണം എന്നെക്കുറിച്ച് ഞാൻ മനസ്സാ വാച അറിഞ്ഞിടാത്ത ഒരു സാധനം ഞാൻ അവനെ ഇതുവരെക്കായിട്ട് ഞാൻ അവന്റെ അടുത്ത് ഒരു ചാറ്റ് പോലും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അവനെ വീഡിയോ കോൾ വിളിച്ചു എന്ന് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ സ്ക്രീൻഷോട്ടും കാണിക്കുന്നുണ്ട്. അന്ന് കാണിച്ചത് സ്ക്രീൻഷോട്ടാണ് കാണിച്ചത്, സ്ക്രീൻഷോട്ട് വരെ കാണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ചേച്ചി വളരെ കോൺഫിഡൻസോടുകൂടി പറയുകയാണ് അങ്ങനെ ഒരു സാധനം 100% അങ്ങനെ ഒരു സാധനം നടന്നിട്ടേ ഇല്ല എന്നാണ് ഈ ചേച്ചി അല്ല ഈ പെൺകുട്ടി പറയുന്നത്. വല്ല തേങ്ങയും അറിയാമോ, വല്ലതും കണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി പറയുന്നത് കേട്ട് അങ്ങ് വിഴുങ്ങുകയാണോ, അല്ലെങ്കിൽ ഈ രേണു പറയുന്നത് കേട്ട് വിഴുങ്ങുകയാണ്? ഞാൻ എപ്പോഴും പറയും ഇവരുടെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ നുണ പറയുക എന്നുള്ളതാണ്. പലതും അറിയാമോ, നിങ്ങൾ കണ്ടോ? ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ അതുല്ല വിളിച്ചിട്ട് അതുല്ല എന്താണ് സംഭവം, ആ ചാറ്റ് ഇപ്പൊ അവിടെ ഉണ്ടോ? കാരണം അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ്, ലൈവ് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്കൊന്ന് അയച്ചു തരാന്ന് പറഞ്ഞു. അവൻ എനിക്കൊരു ലൈവ് സ്ക്രീൻ റെക്കോർഡ് അതിന്റെ കാണിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി എലിയും പറയും തിരിച്ചറിയാതെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ കിടന്ന് അലക്കരുത്. ഈ സാധനം അവരെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന രണാസുനയുടെ ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്ന് ചാറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോഴും അവന്റെ ലൈവായിട്ട് കിടക്കുന്നുണ്ട്. ഇൻസ്റ്റയ്ക്കകത്ത് ലൈവായിട്ട് കിടക്കുന്നുണ്ട്. ഇനി ചാറ്റ് ചെയ്തത് ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കാം, ഈ പറയുന്ന രേണുവിന്റെ ചേച്ചി അറിഞ്ഞില്ലായിരിക്കാം. അത് ന്യായം. അത് ന്യായം. വേറെ ആരെങ്കിലും മക്കളോ ആരെങ്കിലും ചെയ്തതായിരിക്കാം. ഒന്നും പോലും ഞാൻ ഇതുവരെ ഇവൻ ഫാബ്രിക്കേറ്റഡ് ചെയ്തതാണെന്നും ഇതിന്റെ പേരിലാണ് നിങ്ങൾ കേസ് കൊടുത്തെങ്കിൽ നിങ്ങൾ കുടുങ്ങും. കാരണം ഡിജിറ്റൽ എവിഡൻസ് അവന്റെ ഇരിക്കുകയാണ്. അതല്ല അവന്റെ നിന്ന് ഡിലീറ്റ് ആയി പോലും ഇതൊക്കെ ഒരു 5 മിനിറ്റ് ഈ ചാറ്റൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു തേങ്ങയും പറയൽ ആരെങ്കിലും സുഹൃത്തുക്കളായ എന്തോ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ വരെ പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടി പറയുന്ന കോൺഫിഡൻസ് കണ്ടു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാധനമേ നടന്നിട്ടില്ല. ഇനി അങ്ങനെ ഒരു സാധനം നടന്നിട്ടുണ്ടോ അതിന്റെ ലൈവ് റെക്കോർഡിങ് അതിലെനിക്ക് അയച്ചു തന്നു. ഞാൻ അത് ഇവിടെ വെക്കാം, അതും കൂടെ കണ്ടു നോക്കൂ. ഇത് അതിലിന്റെ ഇൻസ്റ്റഗ്രാം ആണ്. അവനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് തന്നത് അതിലിന്റെ ഇൻസ്റ്റഗ്രാം ആണ്. ഇതാണ് പറയുന്ന ലിബു ജോസഫ്, ഇതാണ് ഈ പറയുന്ന രേണുവിന്റെ സഹോദരിയുടെ ഇൻസ്റ്റഗ്രാം. ഇത് തന്നെയാണല്ലോ ഈ ഐഡിയിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ ശരി, ഓക്കെ, നിങ്ങളല്ല അയച്ചത്. ഇത് നിങ്ങളുടെ ഐഡിയ ആണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ആയിരിക്കാം, ഇതിൽ തന്നെയാണ് ഈ പറയുന്ന എന്താണ് ആ ഒരു മെസ്സേജ് വന്നത്. ഇത് നിങ്ങളുടെ പിന്നീട് ഐഡിയ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ലിബു രമ്യ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇനി ചാറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട്. ലിബു ജോസഫ് അതിന്റെ ചാറ്റാണ് കാണിക്കുന്നത്. കിടക്കുന്നുണ്ട്. ഒരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്, അവൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല
യവൻ അവിടെ ഒരു ലവ് ചിഹ്നം കൊടുക്കുന്നുണ്ട്, തിരിച്ചൊരു ലവ് ചിഹ്നം കൊടുക്കുന്നു, യവനാണ് തിരിച്ചും മറ്റൊരു ലവ് ചിഹ്നം കൂടി അവൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, യവൻ എടുക്കുന്നില്ല. പിന്നെ അവൻ ചോദിക്കുന്നു എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഈ ഒരു വിഷയം നടന്നില്ലേ, ഈ ഒരു വിഷയം നടന്നതിന് ശേഷം നിങ്ങൾക്കെതിരായിട്ട് ഞാൻ എന്ത് വീഡിയോ ആണ് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എല്ലാം റീഡ് ആക്കുന്നുണ്ട്, പക്ഷെ മറുപടിയില്ല. ഇത്രയും കൃത്യമായിട്ടുള്ളൊരു പ്രൂഫ് ഇരിക്കെ, ഡിജിറ്റൽ ആയിട്ടുള്ളൊരു എവിഡൻസ് ഇരിക്കെ, പിന്നെ നിങ്ങൾ ആരെയാണ് ഈ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ഒരു ചാറ്റേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? ഓരോരുത്തർക്കും ഒരു തേങ്ങയെ അറിയാതെ വന്നിരുന്നുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. ആദ്യം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കും. ഇതുപോലെയൊക്കെ നമ്മളെ പ്രത്യേകിച്ച് ഈ വഴിയിൽ നിൽക്കുന്നവരെ ഒരിക്കലും ഇതുപോലുള്ള ഫേക്ക്, അതുപോലെ ഇൻസ്റ്റയിൽ നിന്ന് ഫേക്ക് ആയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഒരു സ്ക്രീൻഷോട്ട് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉടായിപ്പ് ചെയ്ത് അതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് അല്ല, ഇതിപ്പോ ലൈവാണ് ഞാൻ കാണിക്കുന്നത്. ലൈവ് സ്ക്രീൻ റെക്കോർഡിങ് അവന്റെ ഫോണിലുണ്ട്. ഇത് അവൻ പോലീസുകാരെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇവന്റെ എതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ കേസ് കൊടുത്തത് യവൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുത്തതെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കേസ് കൊടുത്തതെന്ന് കരുതിക്കോ. യവൻ വ്യാജമല്ല, ഇത് സത്യമാണ് എന്ന് പറഞ്ഞ് അവൻ പ്രൂഫ് കാണിക്കാൻ. ഇപ്പോഴും ആ പ്രൂഫ് ഉണ്ട്. ഇനി ഇത് എങ്ങനെയാ കേസെടുക്കുന്ന പോലീസുകാർ? എങ്ങനെ പോലീസുകാർ കേസെടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇനി അതുപോലെ അതിൽ ഇവിടെ വന്നിട്ട് ഈ നിങ്ങൾ ചെയ്തത് മറ്റെന്തോ ദുരുദ്ദേശമായിട്ടാണെന്നോ എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അവൻ നിങ്ങളൊരു വീഡിയോ കോൾ വിളിച്ച് എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ കൈ തട്ടി, ഇൻസ്റ്റ അറിയാലോ, ജസ്റ്റ് ഒന്ന് കൈ തട്ടിയാൽ മതി, ഒരു വീഡിയോ കോൾ ആയിട്ട് വരും. അതങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ പറയുക എന്താ, ചെറിയെങ്കിലും ഒരു 10 വയസ്സുവരെ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു തന്നെ ശരി, ഞാൻ അറിഞ്ഞില്ല, വേറെ ആരോ ഇതാണ് ചെയ്തത്, ഞാനല്ല എന്ന് പറയില്ല. ചുമ്മാ നിങ്ങൾ ഈ പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന നിങ്ങളുടെ ചുറ്റാവട്ടത്ത് കിടക്കുന്ന കുറെ വരെ പറഞ്ഞു പറ്റിക്കുമെന്ന് കരുതി നിങ്ങൾ പറയുന്ന നുണകളൊക്കെ അവർ വിശ്വസിക്കുമെന്ന് കരുതി എല്ലാവരും വിശ്വസിക്കത്തില്ല. അവർക്കൊക്കെ ഡിജിറ്റൽ എവിഡൻസ് പ്രൂഫ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ ഘോരഘോരം പ്രസംഗിച്ച ചേച്ചി ആദ്യം ഈ കള്ളം പറഞ്ഞ് അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്ക്, ഇത് സത്യം തന്നെയാണെന്ന്. പോലീസ് സ്റ്റേഷനിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതല്ല, ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് പോയാൽ 5-10 നിമിഷം മാത്രം ഇത് റിക്കവർ ചെയ്തെടുക്കാൻ. ചുമ്മാ ആവശ്യമില്ലാതെ കിടന്നുകൊണ്ട് ചാടരുത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.